എന്റെ ശരീരത്തിൽ എന്തോ കെമിക്കൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ എനിക്കിപ്പോ ഇവിടെ നനങ്ങാൻ പറ്റത്തെ. എന്നാ പിന്നെ വേഗം ബോസിനെ ഫോൺ വിളിച്ച് ഈ സന്തോഷ വാർത്ത അങ്ങ് അറിയിച്ചേക്കാം. അപ്പൂപ്പൻ തന്ന സ്പ്രേ പോക്കറ്റിലുണ്ട്, പക്ഷെ എടുക്കാൻ പറ്റില്ലല്ലോ. ബോസേ ബോസേ, ഞാനാ ഡോക്ടർ പ്രേം സഹായുടെ റോബോട്ടിനെ പിടിച്ച് അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാ. കൊള്ളാം മോനെ ടൊമാറ്റോ, നീയാളൊരു കില്ലാടി തന്നെ. നിന്റെ ബുദ്ധി വളരെ ചെറുതാണെങ്കിലും നിന്റെ ശരീരം വളരെ വലുതാണെങ്കിലും നീ ഒടുവിൽ കാര്യം സാധിച്ചില്ലേ? കെമിക്കൽസ് എന്റെ തൊലിക്ക് പുറത്താനുള്ളത്, അകത്ത് പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാൻ എന്റെ ബോഡി ടെമ്പറേച്ചർ കൂട്ടിയാ അപ്പൊ എന്റെ ദേഹത്തുള്ള തൊലിയോടൊപ്പം കെമിക്കലും പോയിക്കോളും. അല്ലെങ്കിൽ ഇയാൾ എന്നെ പിടിച്ചോണ്ട് പോവും. ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ്, ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ്, ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ്. അങ്ങോട്ടാ പോയേ. ഈ ജിണ്ടു ഇത് എവിടെ പോയി കിടക്കുക? അല്ലെങ്കിൽ ഒരു ആവശ്യമുള്ളപ്പോ അവനെ കാണത്തില്ല. ഇതെങ്ങനെ സംഭവിച്ചത്? ഇവനെ ഒന്നുകൂടി ഫ്രീസ് ആക്കേണ്ടി വരുമല്ലോ, അല്ലെങ്കിൽ ആ ബോസ് എന്നെ പിടിച്ച് ഫ്രീസ് ആക്കി കളയുമെന്നേ. അങ്കിളിന് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നുള്ള കണ്ടോ? ഹോളി വന്നേ, ഹോളി വന്നേ, അടിച്ചു പൊളിക്കാൻ ഹോളി വന്നേ. വീർ, നീ എന്നെ രക്ഷിക്കാൻ വന്നല്ലോ. സാർ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീര് വരുമെന്ന്. ദേ കണ്ടില്ല, അവൻ വന്നിരിക്കുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സാർ. ദേ നോക്ക് നോക്ക്. ബണ്ടി ഓടിക്കോ. അല്ല, ഇവരെന്തൊക്കെയാ ചെയ്യുന്നത്? എനിക്കറിയില്ല ചുൽബുൾ. ഇവരെന്നെ മുറുക്കി കെട്ടിയിരിക്കുക, അതുകൊണ്ട് കെട്ടി എനിക്ക് അഴിക്കാൻ കഴിയുന്നില്ല. Bring shoes on. Bring shoes on. നിന്നോട് എനിക്ക് ഒത്തിരി 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 നന്ദിയുണ്ട് മോനെ. പക്ഷെ നിങ്ങൾ എന്തിനാ ഞങ്ങളെ പിടിച്ചത്? ഇവിടെ സാധാരണ നിന്നെ പോലെയുള്ള ചെറിയ കുട്ടികളും വേറെ ഒത്തിരി വലിയ ആൾക്കാരും വരാറുണ്ട് മോനെ. പക്ഷെ അവരൊക്കെ ഇവിടെ ഒത്തിരി ചവറുകൾ വരയിട്ടിട്ട് പോകുന്നു. അങ്ങനെ ഞങ്ങളുടെ കാട് വല്ലാണ്ട് ചീഞ്ഞു നാറാൻ തുടങ്ങിയിരിക്കുക. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരെയും ഇവിടുന്ന് പേടിപ്പിച്ച് ഓടിച്ചു വിടും. അപ്പൊ അവര് വീണ്ടും ഇങ്ങോട്ട് വരികയില്ലല്ലോ. ഞാൻ നിങ്ങളുടെ സന്ദേശം എല്ലാവരും അറിയിക്കാം. അപ്പൊ അവർ ഒരിക്കലും കാട്ടിൽ ചവറുകൾ ഇടില്ല. ശരി, എന്നാ ഞാൻ പോവാ. നന്ദി. നീ മറ്റുള്ള കുട്ടികളെ പോലെ അല്ലല്ലോ മോനെ. നിന്റെ പേരെന്താണെന്ന് പറഞ്ഞില്ല? എന്റെ പേര് വീർ എന്നാ. ആഹാ, കൊള്ളാലോ വീർ.
നീ പേര് പോലെ തന്നെ ശരിക്കും വീരനാണല്ലോ. വീരെത്തിപ്പോയി. ജിണ്ടു, നീ ഇവിടെ കിടന്ന് ഉറങ്ങുവാണോ? എപ്പോ പ്രശ്നം വന്നാലും നിന്നെ എങ്ങും കാണത്തില്ല. ഞാൻ എന്ത് ചെയ്യായിരുന്നു എനിക്കൊരു ഓർമ്മയില്ല. അയാളുടെ പുറകെ പോ. ചിലപ്പോൾ നീയും ഇംലിയും പുറകെ വന്നാ മതി. ഓക്കേ വീർ. നീ ഇവിടെ കുടുങ്ങി കിടന്നോടാ ചെക്ക. ആ ടിംബക്ട് വന്നിപ്പോൾ എനിക്ക് കാശ് തരും. എന്നിട്ട് അവൻ നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയിക്കോളും. ഹലോ ബോസ്, ബോസ്, ഡോക്ടർ പ്രേം സഹായുടെ റോബോട്ടിനെ പിടിച്ചിരിക്കുന്നു. റോബോട്ടിനെ കൂട്ടിക്കൊണ്ട് ഞാൻ ഇപ്പോൾ അവിടേക്ക് വരികയാണ്. Mad Max is glad. Very, very glad. ഇനി ഈ ലോകം എന്റെ കാൽച്ചുവട്ടിലായിരിക്കും. സൈക്കിളിൽ ഇരിക്കുന്നു. വീരപ്പ ഇവിടെ തന്നെയുണ്ട്. വീർ, വീർ നീ എവിടെയാ? ഇവിടെ തന്നെയുണ്ട് മോളെ. നീ എന്റെ കൂടെ വരുന്നോ മോളെ? ഞാൻ നിന്നെ മാജിക് ഒക്കെ പഠിപ്പിക്കാം. ഫ്ലാഷ് ലൈറ്റ്സ് ഓൺ. Flashlights on. എക്സ്റേ വിഷൻ ഓൺ. X-ray visions on. ഇംലി, വീർ, എന്നെ രക്ഷിക്കൂ. അൾട്രാസൗണ്ട് ലിസണിംഗ് ഡിവൈസ് ഓൺ. Ultrasound listening device on. ജിൻഡു, അയാളുടെ ഓർമ്മകളൊക്കെ മായ്ക്കേ. അയ്യോ, ആരെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ. താങ്ക് യു വീർ. ഇതാ വണ്ടിയുടെ മകിയുടെ പണിയാ. എന്നെ ക്യാരറ്റ് കാണിച്ച് മയക്കിയതാ. നീ പറയാറുള്ളത് ശരിയാ. അത്യാഗ്രഹം ആപത്താ. ഞാനും വീറും ആദ്യം പോയി അവരോടൊക്കെ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറയാം. എല്ലാ പെറ്റ്സും മത്സരത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ഫസ്റ്റ് പ്രൈസ് ലഭിച്ചിരിക്കുന്നത് മാഗിയുടെ ഡോഗി മുത്തുവിനാണ്. സാറേ, എന്റെ പെറ്റ് ചൊൽപ്പോൾ വരുന്നതേ ഉള്ളൂ. പ്ലീസ് ഒന്ന് വെയിറ്റ് ചെയ്യാമോ? അവൻ വന്നോണ്ടിരിക്കുക. ഓക്കേ, ഇനി ഈ ഷോ കഴിയുവാനായി വെറും 30 സെക്കൻഡ് മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ വരുവാണെങ്കിലൊക്കെ. അതല്ല, വന്നില്ലെങ്കിൽ മാഗിയുടെ ഡോഗിക്ക് ഞങ്ങൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നതാണ്. സെക്കൻഡ് 9, 8, 7, 6, 5, 4, 3, 2 and
ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല വീർ. ഇൻവിസിബിൾ മാഗ്നറ്റിക് റേസ് ഓൺ. Invisible magnetic rays on. ഇത് കൊള്ളാമല്ലോ, കയറിലൂടെ സ്കേറ്റിംഗ് ചെയ്യുന്നു, അതും ഒരു ഡോങ്കി. സോറി വീർ, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബാലൻസ് ചെയ്യാൻ പറ്റിയില്ല. സ്കേറ്റിംഗ് മാത്രമേ ചെയ്തുള്ളൂ. സുഹൃത്തുക്കളെ, അപ്പോൾ ഇനി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ചുൾബുള്ളിലാണ്. ഇതാ. കൊള്ളാലോ ചുൾബുൾ, നീ കോമ്പറ്റീഷനിൽ ജയിച്ചല്ലോ. യു ആർ ഗ്രേറ്റ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു.